ശാന്തൻപാറ CPM പാർട്ടി ഓഫീസ് നിർമ്മാണത്തിന് NOC നിഷേധിച്ച നടപടിയിൽ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് CPMന്റെ ഇടുക്കി ജില്ലാ നേതൃത്വം. CV വർഗീസാണ് ഇക്കാര്യം തുറന്നു പറയുന്നത്. ജില്ലാ സെക്രട്ടറിയാണ്. ഭൂമി കയ്യേറിയിട്ടില്ല. മാത്യു കൊളുനാടൻ്റെ കയ്യേറ്റത്തെ ന്യായീകരിക്കാനാണ് വിവാദം ഉയർത്തിക്കൊണ്ടുവരുന്നതെന്നും CV വർഗീസ് ആരോപിക്കുന്നു. അര നൂറ്റാണ്ട് കാലമായി ഞങ്ങളുടെ ഇരിക്കുന്ന പാർട്ടി ഓഫീസ് പുതിയതായി ഒരു നിർമ്മിതി എന്ന് കൊണ്ടുവരുന്നത് അത് രാഷ്ട്രീയ ആക്രമണമാണ്. ആഫീസ് നിർമ്മിക്കാൻ ഞങ്ങൾ അവിടെ പുനർനിർമ്മിക്കാൻ ഇടയായ സാഹചര്യം എന്നാന്ന് ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തിയത് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ആഫീസ് പൊളിച്ച് അതിനെ റോഡുണ്ടാക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള കാര്യമാണ്. അതിന് നിയമപരമായ നിലപാട് സ്വീകരിച്ചു. ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി പോപ്പർച്ചാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു. അപേക്ഷ കൊടുത്തു. കോടതിയുടെ സംബന്ധിച്ച് നിൽക്കുന്നൊരു കേസായതുകൊണ്ട് കോടതിയിൽ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പറയട്ടെ, ഞങ്ങൾ അതിനത്രേ ഉള്ളൂ. നിയമപരവും രാഷ്ട്രീയമായി അത് ഞങ്ങൾ നേരിടുന്നു പറഞ്ഞു. അവിടെ കറക്റ്റായി. ഇടുക്കിയിൽ നിന്ന് ഇദ്ദേഹവുമായി സംസാരിച്ച വിഷ്ണു സുരേഷ് നമുക്കൊപ്പം ചേരുന്നു. CV വർഗീസ് മനസ്സ് തുറക്കുമ്പോൾ വിഷ്ണു അദ്ദേഹം പറയുന്ന കാര്യങ്ങളും പറയാതെ പറയുന്ന കാര്യങ്ങളും എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസമാണ് ശാന്തൻപാറയിലെ പാർട്ടി ഓഫീസ് നിർമ്മാണത്തിന് ജില്ലാ കളക്ടർ NOC നിഷേധിച്ചത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം CPIM സമീപിച്ചെങ്കിലും NOC നൽകാനാവില്ല എന്ന നിലപാടിലാണ് ജില്ലാ കളക്ടർ ഉള്ളത്. അതോടൊപ്പം തന്നെ ചില കണ്ടെത്തലുകളും അതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. അതിൽ പ്രധാനമായും ഈ പാർട്ടി ഓഫീസിൽ പുറമ്പോക്ക് റോഡ് കയ്യേറിയിട്ടുണ്ടെന്നും പട്ടയമില്ലാത്ത ഭൂമിയിലാണ് ചില പാർട്ടി ഓഫീസിന്റെ ഭാഗം നിൽക്കുന്നതെന്നും ഒരു ഗുരുതരമായ കണ്ടെത്തലുണ്ടായിരുന്നു. ഈ കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിലുമാണ് NOC നിഷേധിച്ചത്. പക്ഷേ നിലവിൽ ഇതിൽ വിശദീകരണവുമായി CPIM ജില്ലാ നേതൃത്വം വന്നിരിക്കുന്നു. ഹൈക്കോടതിയെ വീണ്ടും സമീപിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ജില്ലാ കളക്ടറെ സമീപിച്ചത്. ഒപ്പം ഈ കയ്യേറ്റവും പട്ടയത്തിന്റെ കാര്യങ്ങളും എല്ലാം ഉയർത്തിക്കൊണ്ടുവരുന്നത് അനാവശ്യമാണ്. ഒരു വശത്ത് മാത്യു കുഴൽനാടിനെതിരെയുള്ള കയ്യേറ്റ വിവാദം ഇടുക്കിയിൽ ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിൽ അതിനെ മറച്ചുവെക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിനെ മുക്കിക്കളയുന്നതിന് വേണ്ടിയാണ് തങ്ങൾക്ക് നേരെ അനാവശ്യമായി കയ്യേറ്റ വിവാദം ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഒരു തരത്തിലുള്ള 1 ഇഞ്ച് ഭൂമി പോലും CPIM കയ്യേറിയിട്ടില്ല. കഴിഞ്ഞ 20 വർഷമായി CPIMന്റെ പക്കലുള്ള ഭൂമിയാണിത്. അവിടെ കയ്യേറേണ്ട ഒരാവശ്യവും CPIMനില്ല എന്നുള്ളതാണ് ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കുന്നത്. നിയമ നടപടിയുമായി മുന്നോട്ട് പോകും. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവാദമുണ്ടായ ഘട്ടത്തിൽ കളക്ടർക്കെതിരെ ശക്തമായ വിമർശനം MM മണിയും CV വർഗീസും എല്ലാം ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇത്തവണ ഒരൽപ്പം മയപ്പെടുത്തി തങ്ങൾ നിയമത്തിന്റെ വഴിയെ പോകുന്നു എന്നൊരു സൂചനയാണ് CPIM നൽകുന്നത്. പ്രധാനമായും ഒരു വശത്ത് ഈ മാത്യു കുഴൽനാടന്റെ കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം നിൽക്കുന്നത് കൊണ്ട് തന്നെ CPIMന് കളക്ടറെ കടന്നാക്രമിക്കുന്നതിന് പരിമിതികളുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് പോകാതെ നിയമപരമായി നേരിടാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഏകദേശം 4 നിലകളിലായി 4000 ചതുരശ്ര അടിയിലാണ് ഈ കെട്ടിടം അവിടെ നിർമ്മിക്കുന്നത്. സാധാരണഗതിയിൽ ശാന്തൻപാറയിൽ ഗാർഹികേതര കെട്ടിട നിർമ്മാണങ്ങൾക്ക് സ്റ്റേയുണ്ട്, അല്ലെങ്കിൽ അതിന് അനുമതിയില്ല. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ നിർമ്മാണം സ്റ്റോപ്പ് മെമ്മോ പോലും ലംഘിച്ചാണ് ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പുരോഗമിച്ച് ഹൈക്കോടതി ഇടപെട്ടാണ് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. ഇപ്പോൾ NOCയും നിഷേധിച്ചിരിക്കുന്നു. ഇനിയും കോടതിയെ സമീപിക്കും എന്നുള്ള തീരുമാനമാണ് CPIM ജില്ലാ കമ്മിറ്റി വിഷയത്തിൽ കൈക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു വിഷ്ണു സുരേഷ്.